എന്താണ് ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്ന ബി ഫാസ്റ്റ് എന്ന ന്യൂമോണിക്സ് വഴിയാണ്. ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BEFAST. ബി ഇൻഡിക്കേറ്റ്സ് ബാലൻസ്. ഒരു രോഗിക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുക. ഇ ഇൻഡിക്കേറ്റ്സ് ഐ സൈൻസ്. കാഴ്ചശക്തി കുറയുക. മുഖത്ത് ഒരു കോട്ടം ഉണ്ടാകുക. സംസാരിക്കുമ്പോൾ ഒരു കോട്ടം ഉണ്ടാകുക. കൈയുടെ ചലനശേഷി, കൈയുടെയോ കാലിന്റെയോ ചലനശേഷി നഷ്ടപ്പെടുക. സംസാരശേഷി നഷ്ടപ്പെടുക. സെൻസേഷണൽ ടിംഗ്ലിംഗ്, നംനെസ്, മരപ്പുണ്ടാകുക, ശരീരത്തിൽ മരപ്പുണ്ടാകുക മുതലായവയാണ് സ്ട്രോക്കിന്റെ സിംറ്റംസ്. ഇങ്ങനെയുള്ള ഡിസീസിനെയാണ് സ്ട്രോക്ക്. പെട്ടെന്ന് സഡനായിട്ട് ഒരു കാലോ കൈയോ അനക്കാൻ മേലാതെ വരിക, ഫേസ് ഓടിയിരിക്കുക, അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുക, കണ്ണ് കാഴ്ച കുറയുക മുതലായ സഡനായിട്ടുണ്ടാകുന്ന സിംറ്റംസിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ ക്രിട്ടിക്കലാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് സസ്പെക്ട് ചെയ്യുകയും രോഗിയെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ മുമ്പിൽ വരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആഘാതം വളരെയധികം കുറയ്ക്കാൻ പറ്റും. രോഗിയെ പരിപൂർണമായി പൂർണ്ണസ്ഥിതിയിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. 2 രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണുള്ളത്. 4.5 മണിക്കൂർ വരെയുള്ള രോഗികൾക്ക്, ഇങ്ങനെ അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രോഗികൾക്ക്, വെറും ഡെഫിസിറ്റ്സ് മാത്രമുള്ള രോഗികളെ മരുന്ന് കൊടുത്തിട്ട് കൊളോട്ടിനെ അലിയിപ്പിച്ചു കളയാൻ സാധിക്കും. പിന്നെ രണ്ടാമതൊരു ഗ്രൂപ്പ് 4 തൊട്ട് 6 വരെയുള്ള ഗ്രൂപ്പിന് രക്തക്കുഴലിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിനെയും കട്ടകളെയും നീക്കാനായിട്ട് ഒരു സ്റ്റെന്റ് പോലെയുള്ള ഒരു ഉപകരണം ഇട്ട് അതിനെ വലിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആസ്പിറേഷൻ പമ്പ് വെച്ച് അടിഞ്ഞുകൂടിയ രക്തക്കട്ടകളെ നീക്കം ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് സ്ട്രോക്കിനെ ചികിത്സിക്കാൻ സാധിക്കുക. 4 തൊട്ട് 6 മണിക്കൂർ വരെയാണെങ്കിൽ 60 മുതൽ 70% രോഗികൾക്കും ഫലപ്രദമായ ചികിത്സയാണ് സ്ട്രോക്ക് ത്രംബക്ടമി അല്ലെങ്കിൽ ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. അതിനുശേഷമുള്ള രോഗികളെയും ചെയ്താലും ചികിത്സയ്ക്ക് ഗുണം കിട്ടും. പക്ഷേ അതിന്റെ ശതമാനം കുറവാണ്. 50%, 40 തൊട്ട് 50% വരെ 16 മണിക്കൂർ വരെയുള്ള രോഗികൾക്ക് ഫലപ്രദമായിരിക്കും. അതിനുശേഷം 24 മണിക്കൂർ വരെയുള്ള രോഗികൾക്കും കുറേശ്ശെ ബെനിഫിഷ്യൽ ഇഫക്റ്റ് കാണാറുണ്ട്. എന്നിരുന്നാലും അതിന് മുമ്പിലെ ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് MRI സ്കാനും ബാക്കി CT സ്കാനും ഒക്കെ ചെയ്ത് അതിനുശേഷം ചികിത്സാ സമ്പ്രദായം തീരുമാനിക്കേണ്ടതാണ്.